വയറിങ്ങിന് ഉപയോഗിക്കുന്ന PVC പൈപ്പ് ഉപയോഗിച്ച് ഇതുപോലെ നല്ലൊരു പുൽക്കൂട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ബേസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് വേണ്ടത് 4 ടീ, 4 എൽബോ, 4 പൈപ്പിൻ്റെ പീസ്. പൈപ്പിൻ്റെ നീളം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കാം. ഈ ഒരു പീസ് വന്നിട്ട് 70 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. എൽബോ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്നത് 6 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഗ്യാപ്പിൽ വരുന്നത്. ഇതിനിടയ്ക്കായിട്ട് വരുന്ന ആ പീസ് 13 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 4 സൈഡിലും വരുന്നുണ്ട് 6 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ PVC പൈപ്പ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടീയും എൽബോയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേണ്ടത് പുൽക്കൂടിൻ്റെ മേൽക്കൂര താങ്ങി നിൽക്കാനുള്ള ഒരു 4 പീസ് പൈപ്പാണ്. അത് വന്നിട്ട് 22 സെൻറ്റിമീറ്റർ ആണ് ആ പൈപ്പിൻ്റെ നീളം. ആ 4 PVC പൈപ്പ് മുറിച്ചെടുത്തതിന് ശേഷം 4 ടീ വരുന്ന ആ ഭാഗത്ത് ആ പൈപ്പുകൾ ഇൻസർട്ട് ചെയ്ത് വയ്ക്കുക. ഈ വയ്ക്കുന്ന തൂണിൻ്റെ ലെവൽ മാറാതിരിക്കാനായിട്ട് സ്പിരിറ്റ് ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ലെവൽ നോക്കിയതിന് ശേഷം വയ്ക്കുക. സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്യുക. ജോയിൻ്റ് ചെയ്തതിന് ശേഷം അടുത്ത പണി മേൽക്കൂര ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് വേണ്ടത് 9 സെൻറ്റിമീറ്ററിൻ്റെ 12 പീസ്, 12 ടീ, 9.5 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ്, 13 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ്, 23 സെൻറ്റിമീറ്ററിൻ്റെ 1 പീസ്, 10 സെൻറ്റിമീറ്ററിൻ്റെ 1 പീസ്. ഇത്രയും പൈപ്പുകളാണ് നമുക്ക് ആ ഒരു മേൽക്കൂര ചെയ്യാനായിട്ട് വേണ്ടത്. ഇടയ്ക്ക് വരുന്ന ഓരോ പീസും 9 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് വരുന്നത്. ആ 2 സൈഡിലും 9 സെൻറ്റിമീറ്റർ പൈപ്പാണ് ആ കാണുന്നത്. ഇടയ്ക്ക് ടീ കണക്ട് ചെയ്ത് 2 സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു പീസ് വരുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ കഴിഞ്ഞ് കണക്ട് ചെയ്തിരിക്കുന്ന ടീയിലാണ് നമ്മുടെ പ്ലാറ്റ്ഫോമുമായിട്ട് 4 തൂണിൽ കണക്ട് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇടയ്ക്കായിട്ട് കാണുന്ന 4 പീസ് അത് 9.5 സെൻറ്റിമീറ്റർ ആണ്. ഒരു 9.5 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ അടുത്ത് ടീ കണക്ട് ചെയ്തിട്ടാണ് അടുത്ത 9.5 സെൻറ്റിമീറ്റർ മേൽക്കൂരയുടെ അടുത്ത സൈഡുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനിടയ്ക്കായിട്ട് 2 ടീയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് 10 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പാണ്. നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഒരു പീസ് കൂടെ വരുന്നുണ്ട്, 23 സെൻറ്റിമീറ്ററിൻ്റെ 1 പീസ്. അത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു സെറ്റ് ചെയ്ത മേൽക്കൂര നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ബേസിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പൈപ്പിൽ നമ്മളെടുത്ത് ഇൻസർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ലെവൽ നോക്കിയതിന് ശേഷം ആണ് നമുക്ക് ഈ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. ലെവൽ ചെയ്ത് കറക്റ്റ് ആ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതിനെ ലെവൽ ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പുൽക്കൂട് ചെയ്യാനായിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൽബോ 6 എണ്ണം, ടീ 18 എണ്ണം, 23 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് 2 പീസ്, 6 സെൻറ്റിമീറ്റർ പൈപ്പ് 8 പീസ്, 70 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ്, 13 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ്, 22 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ്, 23 സെൻറ്റിമീറ്ററിൻ്റെ 1 പീസ്, 9 സെൻറ്റിമീറ്ററിൻ്റെ 12 പീസ്, 9.5 സെൻറ്റിമീറ്ററിൻ്റെ 4 പീസ്, 10 സെൻറ്റിമീറ്ററിൻ്റെ 1 പീസ്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു പുൽക്കൂട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട പൈപ്പും ടീയും എൽബോയും. പുൽക്കൂടിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു 23 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസ് വരുന്നുണ്ട്. ആ ഒരു പീസ് സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അത് തൽക്കാലം കെട്ട് കമ്പി ഉപയോഗിച്ചാണ് കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുറ്റുമതിൽ, അതുപോലെ തന്നെ മേൽക്കൂര, അതിനകത്ത് വരുന്ന ഡെക്കറേഷൻ വർക്ക്, ഇതൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ പൂർത്തീകരിച്ച ഒരു ഭാഗം ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി.